ഓടരുത് അമ്മാവ ആളറിയാം. ഫേക്ക് ന്യൂസിനെതിരെയായിട്ടുള്ള ഈ ഒരു ക്യാമ്പയിനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണുള്ളത്. കൊച്ചി കമ്മീഷണർ CH നാഗരാജു. വെൽക്കം ടു മൈ ഷോ. സാർ, ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം എന്നെ പറ്റിയിട്ട് ഇപ്പം സാധാരണ ഒരാളെ പറ്റിയിട്ടൊരു ഫേക്ക് ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഹൗ ടു ഗോ അബൌട്ട് ദാറ്റ്? നമ്മൾ ഫേക്ക് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കുഡ് ബി അഗൈൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ, ഇറ്റ് കുഡ് ബി അഗൈൻസ്റ്റ് an organization, it could be against a country also sometimes. So fake news always has an objective. I'm not talking about fake news ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു കോവിഡിൻ്റെ റെമഡി ഒരു ഫോർവേഡ് ചെയ്തു, അങ്ങനെയുള്ള ഹാംലെസ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഫേക്ക് ന്യൂസാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയെ അവരെ ഒന്ന് ഡിമോറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ട്രാപ്പിലേക്ക് കൊണ്ടുവരിക, ഒരു ലോട്ടറിയാണ് പ്രൈസാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ന്യൂസ് കൊണ്ടുവരിക. എംപ്ലോയ്മെൻറ്റ് ഫ്രോഡ്സ് കൂടി നടക്കുകയാണ് ഈ ഫേക്ക് ന്യൂസിൽ. ഒരുപാട് ജോലികൾ വന്നിരിക്കുകയാണ്, ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ആ ഫോൺ നമ്പർ വിളിച്ച ശേഷം ഉള്ള കാര്യങ്ങൾ വേറെ ആയിരിക്കും, ചീറ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ചുമതല ഉണ്ട്. നമ്മളെ ഒരു ബുദ്ധി അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഒരുപാട്. കാരണം ഒരു ന്യൂസ് വായിച്ച ഉടനെ നമുക്ക് മനസ്സിലാവണം ഇതിൻ്റെ സോഴ്സ് എന്താണ്. വാട്സാപ്പ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരുപാട് ഫോർവേഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സിമിലർലി ഈ ഇടയ്ക്ക് വാട്സാപ്പ് ഹാസ് റെസ്ട്രിക്റ്റഡ് ടു 5 ഫോർവേഡ്സ്. ഇപ്പോൾ നമ്മൾ ഫോർവേഡഡ് എന്നിൽ 2 ആരോസ് കണ്ട ഉടനെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ടു മെനി ടൈംസ് ഫോർവേഡഡ്. ദാറ്റ് മീൻസ് യുവർ ആൻറ്റന ഷുഡ് ബി അപ്പ്. ഇഫ് യു സി എ സിംഗിൾ ആരോ ദാറ്റ് മീൻസ് ഇസ് നോട്ട് വെരി പോപ്പുലർ. 2 ആരോസ് ഫോർവേഡഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വൈറലാവുന്ന ഒരു മെസ്സേജാണ് നമ്മൾ മനസ്സിലാവണം. കൂടുതൽ വൈറലാവുമ്പോൾ അത് അത്രയും ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ദ പീപ്പിൾ. ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ദ പീപ്പിൾ. വാട്ട് ഈസ് ദെയർ സോ മച്ച്? ദാറ്റ് മീൻസ് ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് സെൻസേഷണൽ. സംതിങ് വെരി ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും അത്. അങ്ങനെയുള്ള ഒരു ന്യൂസ് കണ്ട ഉടനെ നമുക്ക് ഒരു ഡൗട്ട് വരണം. പിന്നെ ഏത് ന്യൂസ് ആണെങ്കിലും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് ഗൂഗിളുണ്ട്, ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക് ഉണ്ട്. പിന്നെ ഗൂഗിളിൽ തന്നെ നമ്മൾ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റിനെ ബന്ധപ്പെട്ടുള്ള ന്യൂസ് വരും. അത് നമുക്ക് ചെക്ക് ചെയ്താൽ ഏത് ഫോർവേഡ് ആണെങ്കിലും അതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാവും. പിന്നെ മെയിൻ സ്ട്രീം ചാനൽസിലെ പ്രിൻറ്റ് ചാനൽസ് ആണെങ്കിലും ഓഡിയോ വീഡിയോ ചാനൽസ് ആണെങ്കിലും അതിൽ വരാത്ത ഒരു ന്യൂസ് വാട്സാപ്പിൽ മാത്രമേ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് വരണം. അപ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുക, ഒരു അലേർട്ട്നെസ് അല്ലെങ്കിൽ ഒരു വിസ്ഡം നമ്മൾ കാണിക്കണം. സർ, അതുപോലെ ഇപ്പോൾ നമുക്കൊരു മെയിലിലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇപ്പോൾ ഒരു ലിങ്ക് വന്നു, ആ ലിങ്കിൽ നമ്മൾ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോയി കഴിഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദ മണി? മിക്കവാറും നമ്മൾ ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ വാട്സാപ്പ് ലിങ്ക്സ് ആണ് കൂടുതൽ ആൾക്കാർ ടച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് നമ്മളൊരു SMS അയക്കാം, അതിലൊരു ലിങ്ക് ഉണ്ടായിരിക്കും എന്നവർ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺവിൻസ് ആവുന്നത് ലിങ്ക് ടച്ച് ചെയ്യണമെന്ന് പറയും. ആ ലിങ്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് യു ടു എ പേയ്മെൻറ്റ് ഗേറ്റ് വേ. ലെറ്റ് അസ് സേ ഒരു ജോബ് കിട്ടണമെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടിക്കണമെന്ന് അവർ പറയും. അത് ഒറ്റയടിക്ക് പറയത്തില്ല, ഒരു 2-3 കോൾസ് ചെയ്യും, 2-3 ദിവസം വെയിറ്റ് ചെയ്യിപ്പിക്കും. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് അങ്ങനെ കേസസിൽ അവർ രജിസ്ട്രേഷൻ ലിങ്ക് ടച്ച് ചെയ്തോടെ നിങ്ങൾ ഇതിന് 100 രൂപ അടിച്ചാൽ മതി എന്ന് പറയും. അവർ QR കോഡ് അയക്കാമെന്ന് പറയും, ലിങ്ക് അയക്കാമെന്ന് പറയും. ആ QR കോഡിൻ്റെ മുകളിൽ 100 രൂപീസ് മാത്രമേ ഉണ്ടാവും, പക്ഷേ പോകുന്നത് 50,000 ആയിരിക്കും. സോ വാട്ട് ഈസ് റിട്ടൺ, വാട്ട് ഈസ് സെഡ് is not what is going to happen. So we should be very alert. We should not believe what is written in the message, what is written in the link. If they can say ICICI, it is not ICICI. They can say SBI, it is not SBI. They can say 100 rupees, it could be 1 lakh. So lot of educated people are getting trapped into such online frauds. These happen through such forwards because there is absolute anonymity. ഈ ചെയ്യുന്ന source of such fake news, source of such online frauds, they think they cannot be caught because the volume is also too high and there is a big market of people who can believe this. So whoever approaches us, we are catching them and we are recovering 100% also. In some cases if there is a delay, നമുക്ക് റിക്കവറി 100% ആവാൻ സാധ്യത കുറവാണ്. കാരണം പേ വാലറ്റ്സ് ഉണ്ട്, Paytm അങ്ങനെയുള്ള. അപ്പോൾ അതിലുള്ള വാലറ്റിനെ മൊത്തം നമ്മൾ ഫ്രീസ് ചെയ്യും. അവരുടെ 50,000 പോയി, അതിൽ നമ്മൾ ഇൻഫർമേഷൻ കിട്ടിയ ശേഷം വി ബ്ലോക്ക് ദ ഓൾ അക്കൗണ്ട്സ്. അതിൽ അവർ ATM ഓൾറെഡി ദേ മസ്റ്റ് ഹാവ് വിഡ്രോൺ 30,000. സോ റിമൈനിങ് 20,000 വിൽ ഫ്രീസ്. ദാറ്റ് ക്യാൻ ബി റിക്കവേർഡ്.
If you tell us immediately, we'll recover immediately, 100%. Yeah. ഓക്കെ, അതുപോലെ തന്നെ സൈബർ സെൽ എത്രത്തോളം എക്യുപ്ഡ് ആണ് സർ? Our cyber cell, our cyber police station, our teams, their expertise is excellent. It's state of the art, I should say. We have all the equipment, we have all the capabilities to deal with any such fake news content also, deal with any online frauds also. In fact, I was telling, our track record in the last 3 months, in fact, all the financial frauds, about 99% of the cases we recovered 100% money. I can give you the statistics. 30,000, 40,000, 2,000, 5,000 അങ്ങനെ ചില്ലർ അമൗണ്ട്സ് ആണെങ്കിലും 100% റിക്കവറി ആയി. ഈവൻ പീപ്പിൾ ഗോട്ട് ബാക്ക് അബൌട്ട് 80,000-90,000 ഓൾസോ. Basically they don't dupe you for higher amounts, they dupe you for in thousands, below 1 lakh, because it is easy to pay. You can use Google Pay platform, so it happens in those platforms. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത്, ഡിജിറ്റൽ നമ്മളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഫേക്ക് ന്യൂസിൻ്റെ ഒരു രീതി കൂടിക്കൊണ്ടിരിക്കുകയാണോ സർ? ഫേക്ക് ന്യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഓൺലി, ലൈക്ക് കോവിഡ് ഹാസ് കം, we developed vaccine. Fake news will keep on increasing, but we need to increase the awareness. Whatever is the problem, if we harden the target, we are all targets, we have to harden ourselves, then it becomes difficult for the fake news to penetrate our minds, to convince us. So that's what we should be more aware of these possibilities. ഈ ഫേക്ക് ന്യൂസ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആക്ച്വലി പേടിയില്ല എന്നുള്ളൊരു സൈഡും കൂടിയില്ലേ സർ? അതാണ് അനോണിമിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒരു ഫേക്ക് ന്യൂസ് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ മോർഫ് ചെയ്ത് ഒരു ഫേക്കായിട്ട് വെച്ചു, ഒരു റിലീജിയസോ കമ്മ്യൂണൽ ആംഗിളിലെ ഒരു ഫോട്ടോ മോർഫ് ചെയ്തു, എവിടത്തെയോ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ നടന്നു നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈറലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് 2018 നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു 29-30 പീപ്പിൾ വർ കിൽഡ്, ലിഞ്ച്ഡ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് സച്ച് സം പ്ലേസസ്. ദർ വാസ് എ ചൈൽഡ് ബെഗിങ് റാക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. So fake news is very dangerous. So people can morph photos, can morph images, can morph text. They can give credibility, and they can even edit videos. So these are the dangerous forms of fake news. So when such things happen, we can trace the source of it. It is possible. So it has to be done very quickly, because the number of layers increases, our difficulty level increases. I am not saying it is impossible. It is possible. But the earlier the better. You have to report fast. അതുപോലെ ഇപ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യാൻ എന്തൊരു അഡ്വൈസ് ആയിരിക്കും സാർ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? ഓക്കെ, നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നു, സ്മാർട്ട് ഫോൺസ് ആണ്, വാട്സാപ്പ് ഉപയോഗിക്കുന്നു. വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേക്ക് ന്യൂസ് വെരിഫൈ ചെയ്യാൻ ഈസിയാണ്. കാരണം വാട്സാപ്പ് തന്നെ ഒരു ഫേക്ക് ന്യൂസ് വെരിഫിക്കേഷൻ്റെ ഒരു അലേർട്ട് ഉണ്ട്. ഗൂഗിളിലെ കൂടി ഒരു ഫേക്ക് ന്യൂസ് ഫാക്ട് ചെക്കർ അലേർട്ട് ഉണ്ട്. ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഗൂഗിൾ ചെയ്യണം. വാട്സാപ്പ് ഫേക്ക് ന്യൂസ് അടിച്ചാൽ കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോൺ നമ്പർ തരും. ഇന്ത്യ ടുഡേ ഒരു ഫാക്ട് ചെക്കർ ഉണ്ട്. സോ ഇഫ് യു ജസ്റ്റ് ഗൂഗിൾ ആസ് ടു ഹൗ ടു ചെക്ക് ഫേക്ക് ന്യൂസ്, you will get 10 links as to how to, there are WhatsApp numbers, there are emails, you could do that on the portals. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു ഒരു മെസ്സേജ് ഫോർവേഡായിട്ട് വാട്സാപ്പിൽ വരികയാണ്, ഞാനത് അറിയാണ്ട് കുറേ പേർക്ക് ഫോർവേഡ് ചെയ്യുന്നു, പക്ഷേ ലേറ്റർ ഞാൻ അറിയണത് ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളത്. അപ്പം ഇതിൽ ഏത് സെക്ഷനിൽ വരും, ഇതിന് ശിക്ഷയുണ്ടോ, എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ? ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചത് സോഴ്സ് ഓഫ് ദ ഫേക്ക് ന്യൂസ്, ദ പേഴ്സൺ ഹു ഈസ് ടൈപ്പിംഗ് ഓർ മോർഫിംഗ് ദ ഫോട്ടോ ഓർ എഡിറ്റിംഗ് ദ വീഡിയോ. And now the next stage is the transmission of the message. So it depends on how convincing is, how sensational it is. So transmission is also an offense. If you are not convinced, you should not transmit. You have no business to transmit which you yourself are not sure. It's just like our real life rumor mongering. At the same time, the destination could be the result at the destination could be very dangerous. So legality le nammal nokkuka kayinal IT Act it is punishable. Whether it is a source or forward, it is punishable. Because the word transmission and a walk adile undu. But we also look at the intention of the person. Mens rea an parayu legality le. Whether the person's intention is bad, or is he in cahoots with the source, or he is just forwarding it like that. Maybe he thinks COVID remedy aanu forward cheyidu nokam alkangi nannavatte enna. These are all punishable under IPC. These are punishable under Information Technology Act. So the punishment is up to 3 years and can be a very huge fine also. Yeah.
അതുപോലെ തന്നെ ഇപ്പോൾ ഫേക്ക് ന്യൂസ് മാത്രം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിക്ടിംസും അതുപോലെ കോൺവിക്ട്സും ഒക്കെ ഏകദേശം ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കും വരുന്നുണ്ടാവുക? All ages are there. 70-year-old people are there, 50-year-old people are there, 30-year-old people are there, 15-year-old people are there. So there is no age restriction for believing a fake news. It is your awareness level. It's not your age. Yeah. ഒരു കമ്മീഷണറോട് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നറിയാം, പക്ഷേ എങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് വിശ്വസിച്ചിട്ടുണ്ടോ? ഞാൻ വിശ്വസിച്ചാൽ കമ്മീഷണർ ആവില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഫേക്ക് ന്യൂസിനെ ബിലീവ് ചെയ്യാൻ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർ എവറിത്തിങ് വി ഹാവ് ടു വെരിഫൈ. സോ ആ ഒരു ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം ആൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നമ്മൾ വെരിഫിക്കേഷൻ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. സോ ഫേക്ക് ന്യൂസ് ബിലീവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സാറിന് ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടൊരു കേസ് ഏതായിരിക്കും ഇപ്പോൾ ഫേക്ക് ന്യൂസ് മാത്രം എടുക്കുകയാണെങ്കിൽ? ഫേക്ക് ന്യൂസിൽ എനിക്ക് ബുദ്ധിമുട്ടിച്ച കേസസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കേസസും നമ്മൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അത് എത്ര വലിയ കേസാണെങ്കിലും വിത്ത് ഗോഡ്സ് ഗ്രേസ്, with people support, with a good team, we have been able to detect all major cases, and I enjoy detection of cases, and that is my forte also. So investigation, detection is an enjoyable exercise. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസിന് മാത്രം എടുക്കുമ്പോൾ നമ്മളൊരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്തായിരിക്കും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം? ഞാൻ പറഞ്ഞ പോലെ ഡിലേ ആണ്. ഡിലേ ഇൻ റിപ്പോർട്ടിംഗ് ആവുമ്പോൾ നമുക്ക് ചാലഞ്ച് കൂടും. Whether it is an online fraud, whether it is a fake news complaint, the more number of forwards you have seen, the more time it takes for us to track it back to the source. Sometimes the source is abroad, sometimes the source is not living in your vicinity at all, so then it takes time for us. അതുപോലെ തന്നെ പോലീസുകാർക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ന്യൂസ് കാണുകയാണ്, പക്ഷെ ആരും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ പോലീസുകാർക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി എ കംപ്ലയിൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം പൊതുവേ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് ഒരാളെ പറ്റി വരികയാണെങ്കിൽ അവർക്ക് മടിയുണ്ടോ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നൊരു ഫയൽ ചെയ്യാനോ കേസ് പറയാനോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് മടിയുണ്ട്. പബ്ലിക്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഹറാസ്മെൻറ്റ് പോലെയാണ്. പിന്നെ എനിക്ക് ആവശ്യമില്ല, ഞാൻ പോലീസ് സ്റ്റേഷൻ പോകണം, കോടതി പോകണം, വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഒരുപാട് തവണ എൻ്റെ ജോലി വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മടി ജനറലി ഉണ്ട്. പക്ഷേ അത് പാടില്ല. കാരണം നമ്മൾ ഒരു കാര്യം സഫറാവുമ്പോൾ ആ സഫറൻസ് നമുക്കായാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയോ നമ്മുടെ ലീഗൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യണം സിറ്റിസൻസ്. എന്നാലേ നമ്മുടെ ഒരു നാട് നന്നാവും. എല്ലാവരും റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് സാറിനൊരു എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? My request to all the viewers would be to give utmost attention to what are the various parameters through which you can identify a fake news. ഒരു ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല സെൻസേഷൻ ആണ്, ഇത് ഫോർവേഡ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് അടിക്കണം. That means it is so fresh and so sensational that you are itching to forward the news. That means there is something wrong with the news. Immediately, please do only one thing. Do Google fact check. Do a fact check on the net. And there is a WhatsApp fact check also. Please check, and only then, if you feel like, you should forward it. I think if it is not doing good to anybody, don't forward. That is the best method. Thank you so much, sir. Thank you very much.